ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമുക്ക് പുത്തനമ്പലം വരെ പോയാലോ? ഇവിടെയുള്ളവര് അതായത് ചേർത്തലയിലുള്ളവരെല്ലാം കരയിലെ പഴനി എന്നാട്ടോ വിളിക്കുന്നത്. ഇന്നിവിടെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസം കേട്ടോ. എന്താണെന്നറിയോ? തൈപ്പൂയം. പുലർച്ചയുടെ നിശബ്ദതയിൽ ഭക്തിയാൽ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൽ എത്തിയ അനുഭവം നിങ്ങളോടുകൂടി പറയാമെന്ന് വിചാരിച്ചു. ചേർത്തല അരൂർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെ കരയിലെ പഴനി എന്ന് വിളിക്കുന്നതിന് കാരണമുണ്ട്. എന്താണെന്നറിയോ? തമിഴ്നാട്ടിലെ പഴനി മുരുക ക്ഷേത്രത്തോട് ആത്മീയമായി വളരെ സാമ്യമുള്ള ആരാധന രീതികളും വിശ്വാസങ്ങളുമാണ്. പഴനിയിൽ പോകാൻ കഴിയാത്ത ഭക്തർക്കായി അവിടെ തന്നെ മുരുകന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദിവ്യസ്ഥലം എന്ന വിശ്വാസം ഇവിടുത്തെ പ്രത്യേകതയാണ്. വിശ്വാസപ്രകാരം പഴനിമലയിലെ ധ്യാന രൂപത്തിലുള്ള മുരുകന്റെ ചൈതന്യം ഈ പുത്തൻ അമ്പലത്തിലേക്കും പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മുരുകൻ ദണ്ഡായുധപാണിയായി വളരെ ശാന്ത സ്വഭാവത്തോടെ ധ്യാനഭാവത്തിലാണ് ദർശനം നൽകുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലേക്കൊന്നും പോകുന്ന ഒരാളല്ല കേട്ടോ. പോകും എപ്പോഴാണെന്നറിയോ? അതായത് എൻ്റെ മനസ്സ് ഒരുപാട് ഹെവി ആയെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോഴത്തേനും ഒന്ന് കൂളും കാമും ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള ഒരു പോസിറ്റീവ് വൈബും ഇതെല്ലാം കണ്ട് കുറച്ചു നേരം നിന്ന് തന്നെ ഞാൻ ഓക്കെയാകും. മുരുക ഭക്തർക്കിടയിൽ ഏറ്റവും പുണ്യമേറിയ ഒരു ദിവസങ്ങളിൽ ഒന്നാണ് ഈ തൈപ്പൂയം എന്ന് പറയുന്നത് കേട്ടോ. അതായത് മുരുകൻ ഭൂമിയിൽ അത്യധികം സാന്നിധ്യം നൽകുന്നു എന്നാണ് വിശ്വാസം. തൈപ്പൂയം ദിവസത്തിൽ ഇവിടെ വരുന്ന ഓരോ ഭക്തനും തന്റെ സ്വന്തം കഥകളുമായി തന്നെയാണ് എത്തുന്നത്. ആരുടെയെങ്കിലും പ്രാർത്ഥന നിറവേറിയതിന്റെ നന്ദി, മറ്റൊരാളുടെ പ്രതീക്ഷ, ചിലരുടെ കണ്ണീർ എല്ലാം ഇന്ന് മുരുകന്റെ മുന്നിൽ സമർപ്പിക്കപ്പെടും. ഇന്നിവിടെ രാവിലെ തന്നെ അഭിഷേകങ്ങൾ, പ്രത്യേക പൂജകൾ, കാവടി, പാൽക്കുടം, നെയ്യഭിഷേകം ഇതൊക്കെ ഉണ്ടായിരുന്നേ. ഈ അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ദാ ഈ കാണുന്നത്. അമ്പലത്തിന്റെ പുറകുവശത്തായിട്ട് തന്നെ മയിലുണ്ട് കേട്ടോ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനോട് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറില്ല. ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് അവിടെ ഞാൻ തുറക്കാറുമില്ല. ഇത് വേണം, അത് കിട്ടണം എന്നൊന്നും പറയാറുമില്ല. പകരം നിശബ്ദമായി ഞാൻ അവിടെ നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലത്തിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ മാത്രം മതി ഞാനൊന്ന് നോക്കിയവൻ. അതായത് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കേൾക്കുന്ന ആ ഒരു മണിയുടെ ശബ്ദം, വിളക്കിന്റെ ഒരു വെളിച്ചം, ചന്ദനത്തിന്റെ മണം, ഇതൊക്കെ തന്നെ മതി, ഞാനൊന്ന് സെറ്റാകും. എനിക്ക് തോന്നാറുണ്ട് ഭഗവാൻ നമ്മൾ പറയുന്നതിലും നമ്മൾ പറയാതെ പോകുന്നതാണ് കൂടുതൽ കേൾക്കുന്നതെന്ന്. അതിനാൽ വാക്കുകളില്ലാത്ത ആ പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും പ്രിയം. നിങ്ങളും അങ്ങനെയാണോ? അമ്പലത്തിൽ ചെന്നാൽ ഒന്നും ചോദിക്കാതെ, ഒന്നും പറയാതെ വെറുതെ അവിടെ നിൽക്കാൻ ഇഷ്ടമുള്ളവർ? അതൊരു ശൂന്യതയല്ല, അത് തന്നെ ഒരു പൂർണ്ണതയാണ്. കാരണം പ്രാർത്ഥന എന്നത് എപ്പോഴും ചോദിക്കൽ മാത്രമല്ല. ചിലപ്പോൾ അത് നന്ദിയാണ്, ചിലപ്പോൾ നിശബ്ദതയാണ്, ചിലപ്പോൾ വെറും ഒരു സമാധാനമാണ്. ഇന്ന് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, പക്ഷേ മനസ്സിൽ ഒരുപാട് ശാന്തതയുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പുത്തനമ്പലത്തിൽ സന്ദർശിക്കാനുള്ള അവസരം ലഭിച്ചാൽ തീർച്ചയായും പോകണം. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ. ചെയ്വാൻ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്